സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ലാപ്ടോപ്പ് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി ദുരിതാശ്വാസ നിധിയിലെ പണം ചെലവഴിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് ഇനിയെങ്കിലും ഗവൺമെന്റ് ഈ ഫണ്ടുകൾ കിട്ടുന്ന ദുരിതാശ്വാസ നിധിയിലേക്കുള്ള പണം ഈ പർട്ടിക്കുലറായി പ്രത്യേക കാര്യത്തിന് വേണ്ടി വിനിയോഗിക്കുകയാണ് വേണ്ടത്. ഏതായാലും ഞങ്ങളെല്ലാവരും ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. UDF MLA മാർ കൊടുക്കുന്നുണ്ട്. UDF-മായി ബന്ധപ്പെട്ട് എല്ലാവരും നൽകുന്നുണ്ട്. ഞങ്ങളാരും അതിനെതിരല്ല. പക്ഷേ അതിന്റെ വിനിയോഗത്തെ സംബന്ധിച്ചൊരു വ്യക്തത ഉണ്ടാക്കേണ്ടതും മുഖ്യമന്ത്രി ചെയ്യേണ്ട കാര്യമാണ് എന്ന് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അല്ല, അദ്ദേഹം എന്നോട് അത് കഴിഞ്ഞിട്ട് എന്നെ ഫോണിൽ സംസാരിച്ചു. പുള്ളി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത്. പുള്ളിയും ഇത് ചെലവാക്കുമ്പോൾ സ്വീകരിക്കേണ്ട മാനദണ്ഡങ്ങളെ സംബന്ധിച്ചാണ് പറഞ്ഞത് എന്നാണ് എന്നോട് അദ്ദേഹം പറഞ്ഞത്. കഴിഞ്ഞ പ്രളയകാലത്ത് ഇപ്പൊ തന്നെ മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയ ലാപ്ടോപ്പ് വാങ്ങിച്ചു. ആ ഫണ്ട് കൊണ്ട് ലാപ്ടോപ്പ് വാങ്ങിക്കുകയാണ് വേണ്ടത്. നിങ്ങളതിനെ ആലോചിക്കുക. അത് പ്രളയം ബാധിച്ച പാവങ്ങൾക്ക് ഇപ്പോഴും കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലും നമ്മുടെ സംസ്ഥാനത്തിന്റെ പല ഭാഗത്ത് പ്രളയബാധിതർക്ക് ആ നഷ്ടത്തിനനുസരിച്ചുള്ള സഹായം കിട്ടിയിട്ടില്ല. ഇപ്പോഴും കിട്ടാത്ത ആളുകളുണ്ട്. കൃഷി നശിച്ചവരുണ്ട്, തൊഴിൽ നഷ്ടപ്പെട്ടവരുണ്ട്, വീട് പോയവരുണ്ട്. എല്ലാവർക്കും വേണ്ടത്ര സഹായം ഇതുവരെ കിട്ടിയിട്ടില്ല. തന്നെയുമല്ല, അത് വകമാറ്റി ചെലവഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള കേസ് ലോകായുക്തയുടെ മുമ്പിൽ വന്നതാണ്. അപ്പൊ അതെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇതിൽ സുതാര്യത വേണമെന്ന് പറയുന്നത്. അതിനകത്ത് രാഷ്ട്രീയമൊന്നുമില്ല. നമ്മളെല്ലാവരും ഈ ദുരന്തത്തിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് അവിടുത്തെ ജനങ്ങളെ സഹായിക്കാനാണ് മുന്നോട്ട് വന്നത്. 350 ആളുകൾ മരിച്ചിട്ടും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ അതില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആരും തന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളതൊരു വലിയ തെറ്റല്ലേ? നിങ്ങൾ തന്നെ ആലോചിക്കണം. അത് രാഷ്ട്രീയം പറയുകയല്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ഇന്ത്യയുടെ ഭാഗത്ത്, ഇന്ത്യയുടെ ഒരു സംസ്ഥാനത്ത് ഇത്രയും വലിയ ഗുരുതരമായ ഒരു ദുരന്തമുണ്ടായിട്ട് സന്ദർശിക്കാനുള്ള മനസ്സുണ്ടാകാതെ പോയത് ശരിയല്ല എന്നുള്ളത് തന്നെയാണ് എന്റെ അഭിപ്രായത്തിൽ. രാഷ്ട്രീയമായ പക്ഷാപാതത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് അല്ല. ദേശീയ ദുരിതമായിട്ട് പ്രഖ്യാപിക്കണം എന്നുള്ള കേരളത്തിന്റെ ആവശ്യത്തെ ശരിക്കും BJP നേതാക്കളെല്ലാം ശക്തമായിട്ട് എതിർക്കുകയാണ്. അത് ദേശീയ ദുരിതമായിട്ട് പ്രഖ്യാപിക്കുന്നതിന് പഠനങ്ങളൊക്കെ ഉണ്ടാകുന്ന പറയുന്നത്. അത് കേന്ദ്ര ഗവൺമെന്റ് പരിശോധിക്കേണ്ടത്. നമ്മുടെ ആവശ്യം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നുള്ളതാണ്. അത് കേന്ദ്ര ഗവൺമെന്റിൽ അതിനു വേണ്ടിയിട്ടുള്ള സമ്മർദ്ദം നമ്മുടെ MP-മാരും ബന്ധപ്പെട്ട ഗവൺമെന്റും എല്ലാം ചെയ്യുന്നുണ്ട്. എന്താണ് ഇത്ര വലിയ ദുരന്തം? പ്രധാനമന്ത്രി വന്നില്ലല്ലോ. അദ്ദേഹം വരേണ്ടതായിരുന്നു. അതെ, എത്ര സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. പണ്ട് പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടം ഉണ്ടായപ്പോൾ പ്രധാനമന്ത്രി വന്നതാണ്. അതിനേക്കാൾ എത്രയോ 10 മടങ്ങ് ദുരന്തമാണ് ഇവിടെ ഉണ്ടായത്. അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി അയക്കാമായിരുന്നു. അതൊന്നും അയക്കാതിരിക്കുന്നത് ഒരിക്കലും ശരിയായ നടപടിയല്ല. കേരളം ഇന്ത്യയുടെ ഒരു ഭാഗം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ദുരിതബാധിതരായ അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് ക്യാമ്പിൽ കഴിയുന്ന ജനങ്ങളെ കാണാൻ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി 2 ദിവസം കൂടി ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് പ്രധാനമന്ത്രി വന്നില്ല എന്നുള്ള ചോദ്യം സ്വാഭാവികമല്ലേ? എല്ലാവരും ചോദിക്കുന്നതല്ലേ? ഇനിയാണെങ്കിലും അദ്ദേഹത്തിന് സന്ദർശിക്കാവുന്നതാണ്. ഇനിയാണെങ്കിലും അദ്ദേഹം വരണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. അത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. അത് കേന്ദ്ര ഗവൺമെന്റാണ് അതിന് നടപടി സ്വീകരിക്കേണ്ടത്. അതിന് കേരളത്തിലെ MP-മാർ കൂട്ടായി തന്നെ അതിന്റെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കും. അല്ല, ഇത്രയും വലിയ ദുരന്തമുണ്ടാകുമ്പോൾ അതിന് ന്യായവാദങ്ങൾ നിർത്തുകയല്ല വേണ്ടത്. അതുപോലെ മറ്റൊരു പ്രശ്നം നമ്മുടെ കടലോര മേഖലയെ ബാധിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. ഇവിടെ നിന്ന് ഇപ്പോൾ കൊഞ്ചുൾപ്പെടെയുള്ള മത്സ്യങ്ങൾ കയറ്റുമതി ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥ വന്നിരിക്കുകയാണ്. അത് ഈ ആമകൾക്കുണ്ടാകുന്ന പ്രയാസങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും
ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ചും അമേരിക്കയിലും യൂറോപ്പിന്റെ പല ഭാഗത്തും ഈ മത്സ്യോൽപ്പന്നങ്ങളുടെ കയറ്റുമതി തന്നെ നിരോധിക്കപ്പെട്ട നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അത് കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയെ ഗുരുതരമായി ബാധിക്കുന്ന ഒന്നാണ്. അപ്പൊ അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് അടിയന്തരമായി ഇടപെട്ട് ഈ വിലക്ക് നീക്കാനും മത്സ്യബന്ധനത്തിന് പോകുന്നവരെ അതോടൊപ്പം തന്നെ സംസ്കരണം നടത്തുന്ന ആളുകളെയും ഒക്കെ സംരക്ഷിക്കാനുള്ള നടപടി കൂടി ഉണ്ടാകണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. നമ്മുടെ പാർട്ടിക്ക് അതിനകത്തൊരു നിലപാടുണ്ടല്ലോ. അവിടെ തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനനം നടത്തുന്നത് ശരിയല്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം. അവിടെ ഖനനം നടത്തി ഇപ്പോൾ തന്നെ തീരം ഇടിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുണ്ടാക്കുന്ന സാമൂഹ്യ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ വളരെ വലുതാണ്. ആദ്യം മുതൽ നമ്മൾ ആ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അല്ല, അത് ആലോചിക്കും, പാർട്ടി തലത്തിൽ ആലോചിക്കും. നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ടല്ലാതെ ഇഡി സദസ്സിനോട് ബന്ധപ്പെട്ട് പുനർജനി എന്നൊരു ആക്ഷേപം, അതായത് വിദേശത്ത് നിന്ന് ഫണ്ട് സ്വീകരിച്ച് അവിടെ നിർമ്മാണ പദ്ധതി, അത് കൂടുതൽ തെളിവുകൾ അതിന്റെ ആ അഭിഭാഷകർ കോടതി കൊടുത്തിട്ടുണ്ട്. അത് സംബന്ധിച്ച് കോൺഗ്രസ് നിലപാട് ഇല്ല, അതിനെ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ വ്യക്തമായി തന്നെ തന്റെ നിലപാട് അസംബ്ലിക്കകത്തും പുറത്തും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതിനകത്ത് എന്തെങ്കിലും അർത്ഥമുണ്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ കോടതി കിടക്കുന്ന ഒരു കേസാണ്, കോടതി പരിശോധിക്കട്ടെ. സതീശൻ ഈ കാര്യം നിയമസഭയ്ക്കകത്തും പുറത്തും വളരെ വ്യക്തതയോടുകൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പ്രളയത്തിൽ സർവ്വവും നഷ്ടപ്പെട്ടു പോയ തന്റെ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കാൻ ആരംഭിച്ചൊരു പദ്ധതിയാണത്. അതിനകത്ത് ഒരു ക്രമക്കേടും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എന്റെ വിലയിരുത്തൽ. അതല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെ അത് കുറെ കൂടി ട്രാൻസ്പെറന്റ് ആക്കണം. അതിന് പ്രത്യേക അക്കൗണ്ട് കഴിഞ്ഞ തവണ തന്നെ ഞാൻ പറഞ്ഞ കാര്യമാണ്. കഴിഞ്ഞ തവണയും ഞാനിത് പറഞ്ഞതാണ്. 2018 പ്രളയത്തിലുണ്ടായ സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് പലരും സോഷ്യൽ മീഡിയയിൽ ഇത് പറയുന്നത്. ഇപ്പൊ തന്നെ KSFക്ക് ലാപ്ടോപ്പ് വാങ്ങിച്ച് പാവപ്പെട്ട സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ഉപയോഗിക്കേണ്ട തുക ദുരിതാശ്വാസ നിധിയിലെ തുകയാണോ? നിങ്ങൾ തന്നെ ആലോചിക്കുക. ദുരിതാശ്വാസ നിധിയിലെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു പദ്ധതിയായി കൊടുക്കേണ്ടതല്ലേ? ഇത് പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കേണ്ടതല്ലേ? ലാപ്ടോപ്പ് വാങ്ങിച്ച് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ലാപ്ടോപ്പ് കൊടുക്കാൻ ഉള്ള വേറെ പ്രത്യേക പദ്ധതിയല്ലേ ഗവൺമെന്റ് നടപ്പാക്കേണ്ടത്? അതിന് ഈ പാവങ്ങള് കുടുക്ക പൊട്ടിച്ചും ആടിനെ വിറ്റും പാവപ്പെട്ട ആളുകള് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി കൊടുക്കുന്ന പണം കൊടുത്തിട്ടാണോ ലാപ്ടോപ്പ് വാങ്ങണ്ടേ? എന്ത് ന്യായീകരണമാണിത്? വക മാറ്റി ചെലവഴിക്കുന്നു. ശരിയാണോ? അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകരുത് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. അതേസമയം ശക്തിക്കൊത്ത് എല്ലാവരും അവരുടേതായ നിലയിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കണം. ആരും കൊടുക്കാതിരിക്കേണ്ട. കാരണം നമുക്കെല്ലാവർക്കും ഹൃദയവേദന ഉണ്ടായ സംഭവമാണ് വയനാട്ടിൽ ഉണ്ടായിരിക്കുന്നത്. അല്ല, ഇതിന് വേണ്ടത് പ്രത്യേക അക്കൗണ്ടാണ്. ആ അക്കൗണ്ടിലേക്ക് പണം വരികയും അത് ചെലവഴിക്കുകയും ചെയ്യുക. അത് പരസ്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തുക. ഉദ്യോഗസ്ഥന്മാരെ ആരെ നിയമിക്കുന്നുള്ളത് അത് ഗവൺമെന്റ് തീരുമാനിക്കുന്നതാണ്. അദ്ദേഹത്തെ കളക്ടറായിട്ട് ഇവിടെ നിയമിച്ചപ്പോൾ നമ്മളൊക്കെ എതിർത്തല്ലേ? അതെല്ലാം ഗവൺമെന്റ് ആലോചിക്കേണ്ട. ആരെ എവിടെ നിൽക്കണം, ഞാൻ അതിനല്ല പറയാം. ആരെ നിയമിച്ചു എന്നുള്ളതല്ല വിഷയം. ഈ മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് വരുന്ന തുകയുടെ വിനിയോഗം കുറെ കൂടി സുതാര്യമായി ഉണ്ടാകണം എന്നാണ് ഞാൻ പറഞ്ഞത്.